ഇടുക്കിയിലെ കാൻഡിഡേറ്റായിട്ട് ഞങ്ങൾ സംഗീത വിശ്വനാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിയമസഭാ ഇലക്ഷൻ മത്സരിച്ചതാണ്. സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ ഇന്നലെ കൂടി തീരുമാനമെടുത്തു. നാളെ മുതൽ അഡ്വക്കേറ്റാണ് സംഗീത വിശ്വം അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഡിക്ലറേഷൻ നിങ്ങൾ ഇന്നലെ യഥാർത്ഥത്തിൽ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് വൈകുന്നേരം ചെയ്യാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന വേദി വെച്ചിട്ട് സുരേന്ദ്രൻജി എൻ്റെ അത് പറഞ്ഞതുകൊണ്ട് രാവിലെ പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോട്ടയത്താണ് ഞാൻ മത്സരിക്കുന്നുള്ള പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ 4 സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആ 4 പേരുടെയും പേരുകൾ ഡിക്ലെയർ ചെയ്ത് 2 പേര് ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ 2 പേര് ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ അത്യാവശ്യം കാണേണ്ട എല്ലാവരുമായി ഞാൻ മീറ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ആയി സജീവ്. ഇന്ന് മുതൽ ബാക്കിയുള്ളവരെല്ലാം ഇലക്ഷൻ പ്രചരണം 18-ാം തീയതി കോട്ടയത്ത് എൻ്റെ ലോഞ്ചിങ് ചെയ്യാനുള്ള 18-ാം തീയതിയാണ് സമ്മേളനം. 4 മണിക്കാണ് വെച്ചിരിക്കുന്നത്. 20-ാം തീയതിയോടുകൂടെ വക്കീലിൻ്റെത് ഇടുക്കിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതുവരെയുള്ള ഞങ്ങൾ BDJSൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ചോദിക്കാം. ഇല്ല, ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ 6 മാസക്കാലം വർക്കിലാണ് ഓൾറെഡി. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തില്ല എങ്കിലും ഞങ്ങൾ താഴെത്തട്ടിലുള്ള വർക്കുകൾ കഴിഞ്ഞ 6 മാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമായി ഞാൻ കുറേ ദിവസങ്ങളായി ഞാൻ തന്നെ ഡയറക്റ്റ് പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് 100% ജയിക്കാൻ കഴിയും NDAക്കെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാഹചര്യം ഒരുപാടുണ്ടല്ലോ. കാരണം ഇപ്പോൾ റബ്ബർ വില നിങ്ങളിത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന കാലത്തൊന്നും അല്ല റബ്ബറിൻ്റെ വില പോയത്. അതിനു മുമ്പ് ഇവിടെ MP മാരുണ്ടായിരുന്ന അതേ സമയത്താണ് വില താഴെ പോവുകയും അത് ഇതുവരെ 1 രൂപ കൂട്ടുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ പറയുന്ന കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും റബ്ബർ വലിയ രീതിയിലുള്ളതാണ്. ഈ 19 MP പലപ്പോഴും നിങ്ങളെ കണ്ടതുപോലെ റബ്ബർ ഷീറ്റ് എടുത്ത് കൊടുക്കുകയും പിടിക്കുകയും ചെയ്തതല്ലാതെ ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കൃത്യമായൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി പ്രൈം മിനിസ്റ്ററുടെ അടുത്തും അമിത് ഭായിയുടെ അടുത്തും നഡ്ഡാജിയുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ റബ്ബർ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ടിരിക്കുന്നത് BDJSൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ്. അത് എല്ലാവരും കൂടി ആലോചിച്ച് തീർച്ചയായും റബ്ബറിൻ്റെ വില 250 രൂപയാക്കാൻ കഴിയും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അത് ഇവിടുത്തെ മുഴുവൻ റബ്ബർ കർഷകർക്കും, പ്രത്യേകിച്ച് ഞാൻ റബ്ബർ കർഷകനാണ്, എന്താണ് റബ്ബർ എന്നുള്ളതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. ഇപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം ഈ പറയുന്ന പരിഹാരം കാണാൻ ഇന്ത്യയിൽ ഏതാണ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ 250 രൂപയാക്കി എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാകില്ല. ആ വിശ്വാസം തന്നെ ഇവിടെ സാധാരണ ജനങ്ങൾക്കുണ്ടാവും. അതിനെ കൊണ്ട് തന്നെ തീർച്ചയായും ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ ഉള്ളതാണ്. ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വില വ്യത്യാസം വരാൻ അതിനുള്ള ഡിസ്കഷനുകളും വില വ്യത്യാസം വരാൻ തുടങ്ങിയില്ല. ഇപ്പോൾ തന്നെ ഞാനിവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ പറയൂ, പറഞ്ഞ കാര്യം ചെയ്തിരിക്കുകയും ചെയ്യും. അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. മാത്രമല്ല ഇവിടുത്തെ നിങ്ങൾ അടുത്തടുത്ത് പരിശോധിച്ച് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താ, കോട്ടയെ സംബന്ധിച്ചോളം ഇവിടുത്തെ നമ്മുടെ ടൂറിസമാണ്. ടൂറിസം രംഗത്ത് കോട്ടയെ സംബന്ധിച്ചോളം നമ്മൾക്ക് കുറേ നല്ല റിസോർട്ടുകൾ വന്നു എന്നുള്ളതല്ലാതെ അത് വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഗവൺമെൻറ് സംവിധാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒരു ടൂറിസം പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ശരിക്കും പറഞ്ഞാൽ കുമരകത്തില്ല. നമുക്കത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സെൻട്രൽ ഗവൺമെൻറ് സഹായം വേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കുമരകം മാത്രമല്ല ആലപ്പുഴ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളും എടുത്തുകൊണ്ട് അവിടെ വലിയ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ വന്ന് താമസിച്ചപ്പോഴാണ് ഈ പറയുന്ന നമ്മൾ കുമരകം എന്ന് പറയുന്നത് അറിയാൻ വേണ്ടി പോലും തുടങ്ങിയത്. നമുക്കത് ശരിയായിട്ട് മാർക്കറ്റ് ചെയ്താൽ ടൂറിസം രംഗത്ത് വലിയ ചേഞ്ചസ്. കാരണം പലപ്പോഴും പല ആളുകൾക്കും കേരളമെന്നറിയാൻ വയ്യാത്തവർക്ക് പോലും കുമരകം അറിയാം. കാര്യം അത്രയും വലിയ ബാക്ക്വാട്ടേഴ്സിനുള്ള അതിൻ്റെ ബ്യൂട്ടി അറിയാവുന്ന ആളുകൾ മുഴുവൻ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ നിരാശയായി. കാരണം തിരിച്ചു പോകുമ്പോൾ പിന്നെ രണ്ടാം വരാനുള്ള സാധ്യത കുറഞ്ഞു. മറ്റുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ടൂറിസം നമ്മുടെ ഇത് പിന്നെ പിൽഗ്രിം ടൂറിസം പിന്നെ സർക്യൂട്ടുണ്ട്.
പിൽഗ്രിം സൂട്ട് പിന്നെ ആ സർക്യൂട്ട് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ചെയ്തതാണ്. ട്രിവാൻഡ്രത്തുള്ള അമ്പലങ്ങളും പള്ളികളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് 100 കോടി രൂപയോളം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ച് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അതായത് നമ്മുടെ ഇവിടെയുള്ള പള്ളികളും അമ്പലങ്ങളും ഉൾപ്പെടെയുള്ള പിൽഗ്രിം ടൂറിസത്തിന് ആ സർക്യൂട്ട് ഉണ്ടാക്കിയാൽ നമുക്കറിയാം കേരളത്തിലുള്ള മൊത്തം ഉള്ള ജനങ്ങളെക്കാൾ കൂടുതൽ ശബരിമലയിൽ മാത്രം ഒരു വർഷം വരുന്നുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഉള്ള ഒരുപാട് വലിയ പള്ളികളുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്ത് ആ ടൂറിസം സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ റോഡ് ഉണ്ടാക്കലല്ല, ഒരു പള്ളിക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതായത് ടൂറിസവുമായി ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ അവർക്ക് പോകുവാനുള്ള ടോയ്ലറ്റ്, ഇപ്പോൾ പള്ളി കുറേ ദൂരത്താണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുവാനുള്ള ഈവൻ നമ്മുടെ പിന്നെ ചെറിയ ബാറ്ററി കാറുകൾ ഉൾപ്പെടെ ഈ ടൂറിസത്തിനകത്ത് ഉൾപ്പെടെ കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്ന ഒരു MP പോകണം. ഇത് പല പ്രാവശ്യവും ഇവിടെ കേന്ദ്രത്തോടൊപ്പം ഉണ്ടായിരുന്ന MP പോയപ്പോൾ പോലും അവരാരും പോയി ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല. പിന്നെ പറയാൻ വേണ്ടി പോയാൽ ഇപ്പോൾ സബ്മിഷൻ നടത്തിയതുകൊണ്ടോ അവിടെ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമാവില്ലല്ലോ. ഇതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യാനും നമുക്ക് നേരിട്ട് പോയി പറയാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാര്യങ്ങൾ നടക്കൂ. അതാണ് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നത്. ഇവരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. റബ്ബറിൻ്റെ വില 250 രൂപ ആക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവാശം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണല്ലോ ഇത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ വ്യത്യാസങ്ങളായല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ടൂറിസം രംഗത്തും വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഏതാണ്ട് 25 വർഷം 30 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റബ്ബറിൻ്റെ വില മാത്രമല്ല, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം പ്രത്യേകിച്ച് കോട്ടയം സംബന്ധിച്ച് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നൊരു പ്രദേശമാണ് ഇന്ന് കോട്ടയം. കാര്യം നമ്മളെടുത്ത് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബിഷപ്പന്മാർ പല ആളുകളും പറഞ്ഞത് അവരുടെ ഏരിയയിൽ തന്നെ ഉള്ള 100 കണക്കിന് വീടുകളാണ് ഇന്ന് വിൽക്കാൻ കിടക്കുന്നത്. കാര്യം പിന്നെ മക്കളെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോയി, ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. അവർ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ പോകുന്ന ഒരു കുട്ടിയെടുത്ത് പരിശോധിച്ചാൽ അവർ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പഠിക്കാൻ വേണ്ടി പോവുക, ജോലിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇന്ത്യ വിടുക അല്ലെങ്കിൽ കേരളം വിടുക എന്നുള്ളൊരു നിലപാടാണ് എടുക്കുന്നത്. ഇപ്പം കേരളത്തിൽ തന്നെയുള്ള അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ഒരുപാട് പുതിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയ ഒരുപാട് പ്ലാനുകൾ ചെയ്തുകൊണ്ട് വന്നിട്ടിരിക്കുകയാണ്. കാര്യം കേരളത്തിലെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകാതെ നിൽക്കാനുള്ള സാഹചര്യം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. കാര്യം ഇവിടുത്തെ പിന്നെ നമുക്കിപ്പോൾ പലരും ഇപ്പോൾ വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ആ സാഹചര്യം നമുക്ക് മാറ്റാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള തൊഴിൽ സാധ്യത പോലെ ഡെവലപ്മെൻറ്റുകൾ പോലെ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയണം. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചു പോയതല്ലാതെ ഒരെണ്ണം പോലും തുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് സത്യമാണത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ പലതരത്തിലുള്ള കുറ്റങ്ങൾ കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഒരുപാട് ഫാക്ടറികളും സ്ഥാപനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ഇവിടുന്ന് MP അല്ലെങ്കിൽ ഇവിടുന്ന് MLA ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അതുപോലെ ഈ വിഷയങ്ങൾ അവിടെ പറയുകയും അവിടുന്ന് നമുക്ക് ഇവിടെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. അത് നടപ്പിലാക്കാൻ തീർച്ചയായും എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നെല്ലാം നടപ്പിലാക്കിയിരിക്കും. പതിനെട്ടാം തീയതി വൈകുന്നേരം പിന്നെ കൺവെൻഷൻ റാലിയും വെച്ചിട്ടുണ്ട്. അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസം വെച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടില്ല. കാരണം ഇത് പിന്നെ BDJസിൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ NDAയുടെ വോട്ടാണ്. അതിനകത്ത് എല്ലാ സമുദായത്തിൻ്റെ വോട്ടുകളുമുണ്ട്. അത് ഇന്ന വിഭാഗത്തിൻ്റെ മാത്രം എന്നൊരു വോട്ട് എന്നുള്ള ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തൽക്കാലം കുറച്ച് വില കൂടി കിട്ടുക. ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒരു കാര്യം, റബ്ബറിന് വേണ്ടി, റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്ട് 12 ലക്ഷത്തോളം ജനങ്ങൾ ചെയ്യുന്ന ഒരു കൃഷിയാണ്. മറ്റുള്ള പ്രദേശങ്ങളിലും ഇപ്പോൾ ഇലക്ഷൻ സമയം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് മാത്രം ഒരു കാര്യത്തിന് ഡിക്ലറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്താൽ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം അത് അതൃപ്തി ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഇതിനു വേണ്ടി ഒരു ഡിക്ലറേഷൻ വന്നുകൊണ്ടൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വില കൂട്ടാതിരിക്കുന്നുള്ള സ്റ്റാൻഡിൽ എടുത്തിട്ടുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞാൽ 250 രൂപ വിലയായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം ആവശ്യമില്ല. ഞാൻ അവരോട്ടൊക്കെ സംസാരിച്ചാണ്. കാര്യം എനിക്കിവരോട്ടൊക്കെ പേഴ്സണൽ ബന്ധമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ ഈ കാര്യം. അവർ വേണ്ട സഹായം ഹെൽപ്പ്. കാര്യം കേരളത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് കോട്ടയം മാത്രമല്ല, ഇത് ബേസിക്കലി ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഈ റബ്ബർ കൃഷി വളരെ വ്യാപകം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആരും ഈ പറയുന്നതല്ലാതെ
ഈ പറഞ്ഞ ഞാൻ അവിടെ പോയി ഇവിടെ പിന്നെ എന്താ സബ്മിഷൻ ചെയ്തു എന്നൊക്കെ ഉള്ള പറയുന്നതിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്തു ആരും ചെയ്തിട്ടില്ല. ഈ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്ന കാലത്ത് എന്തും ചെയ്തോ? ഒന്നുമില്ല. ഈ AC തുണക്കി ആളുകൾ ക്ലിയർക്കാരും തന്നെ ആളുകൾ പോരെ. തുടങ്ങിയതേ ഉള്ളൂ ഗുസ്തി കേട്ടോ. എല്ലാവരും വേണ്ട സഹായം ചെയ്തു തരണം. കാര്യം നമ്മൾ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ NDA വളരെ ശക്തമായ തന്നെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 100% നമുക്ക് ജയിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കോട്ടയത്ത് പാർലമെൻറ്റ് സീറ്റിൽ ഇവിടുത്തെ കോട്ടയം ജില്ലയിൽ ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ആവശ്യമില്ല. അതിൻ്റെ ഗുണം കേരളത്തിലുള്ള മുഴുവൻ കർഷകർക്ക് കിട്ടും. അതുപോലെ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പം ഇത് NDA സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് വരെ ഇങ്ങോട്ടേക്ക് വലിയ രീതിയിലുള്ള ആ പ്രവർത്തനം വരുവാനോ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാകുന്ന ഒരു അവിടുത്തെ സ്കീമുകളൊന്നും കേരളം നടപ്പിലാക്കുന്നില്ല. പക്ഷേ അതിന് പകരം നമ്മളിവിടുന്ന് ഒരു MP ഉണ്ടായാൽ ആ MPകളെല്ലാം അവരെല്ലാവരും കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് കർമ്മപദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയും. അതിന് തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. സഹായിക്കണം. ഉഷാരിക്ക് ഇന്നലെ തന്നെ അവിടെ എൻ്റെ AC ഓണാക്കി നമ്മുടെ ഉപദ്രവിക്കാൻ തന്നെ